അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 23, സൂറത്തുൽ മുഅ്മിനൂൻ, 68 മുതൽ 77 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും ആബാഅഹുമുൽ അവ്വലീൻ. വാക്ക്, അതായത് ഖുർആൻ, അവർ ഉറ്റാലോചിക്കുന്നില്ലേ? അഥവാ തങ്ങളുടെ പൂർവപിതാക്കൾക്ക് വന്നിട്ടില്ലാത്തതൊന്ന് ഇവർക്ക് വന്നിരിക്കുന്നുവോ? അം ലം യഅരിഫൂ റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. അതല്ലെങ്കിൽ അവർ തങ്ങളുടെ റസൂലിനെ അറിഞ്ഞിട്ടില്ല, അതിനാൽ അവർ അദ്ദേഹത്തെ നിഷേധിക്കുന്നവരാണോ? അം യഖൂലൂന ബിഹി ജിന്നഹ് ബൽ ജാഅഹും ബിൽ ഹഖ് വഅക്സറുഹും ലിൽ ഹഖ് കാരിഹൂൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടെന്ന് അവർ പറയുന്നുവോ? എന്നാൽ അതായത് വാസ്തവത്തിൽ അദ്ദേഹം അവരുടെ അടുക്കൽ യഥാർത്ഥം കൊണ്ടുവന്നിരിക്കുകയാണ്. അവരിൽ അധികം ആളുകളും യഥാർത്ഥത്തെ വെറുക്കുന്നവരുമാകുന്നു. ഒന്നാമതായി പറഞ്ഞ ആക്ഷേപം അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ആക്ഷേപം പലപ്പോഴും അള്ളാഹു ആവർത്തിച്ച് പറയാറുള്ളതാണ്. കാരണം അവർ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പക്ഷം അതിൻ്റെ സത്യതയും പരിശുദ്ധതയും അവർക്ക് ബോധ്യപ്പെടാതിരിക്കുകയില്ല. പിന്നീട് പറഞ്ഞ ആക്ഷേപങ്ങളുടെ സാരം അവർ റസൂലിനെ പറ്റി മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാകുന്നു. മുമ്പില്ലാത്ത ഒരു പുതിയ വാദം അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. മുമ്പും പല നബിമാരും ഇതേ സത്യപ്രബോധനവുമായി വന്നിട്ടുണ്ടായിരുന്നു. നബിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽക്കേ അദ്ദേഹത്തിന്റെ മുഴുവൻ ചരിത്രവും അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ സ്വഭാവ പ്രകൃതിയും സത്യസന്ധതയുമെല്ലാം അവർക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് അവരുടെ മനസാക്ഷിയെ മൂടിവെച്ചുകൊണ്ടല്ലാതെ അവർക്ക് പറയുവാൻ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ ഖുർആനെ പറ്റി ചിന്തിക്കാത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സ്വഭാവവും ഗൗനിക്കാതെ ഇരുന്നതുമാണ് അവിശ്വാസികളെ പറ്റി ഇവിടെ പറഞ്ഞ ആക്ഷേപങ്ങളുടെ ചുരുക്കം. അപ്പോൾ ഖുർആനും നബിചര്യയും അവഗണിച്ചുകൊണ്ട് ഇന്നവനും പറഞ്ഞതു മാത്രം സ്വീകരിക്കുക എന്ന നയം അതെ ചില പണ്ഡിതന്മാരുടെയോ നേതാക്കളുടെയോ അഭിപ്രായങ്ങൾ മാത്രം സ്വീകരിച്ച് ഖുർആനും സുന്നത്തും ഗൗനിക്കാതെയുള്ള ഇന്നത്തെ മുസ്ലിങ്ങളുടെ പൊതുനില എത്രമാത്രം ആക്ഷേപകരവും ആപൽക്കരവുമാണെന്ന് ആലോചിച്ചു നോക്കുക. വലവിത്തബഅൽ ഹഖ് അഹ്വാഅഹും ലഫസദതിസ് സമാവാതു വൽ അർദു വമൻ ഫീഹിൻ ബൽ അതൈനാഹും ബിദിക്രിഹിം ഫഹും അൻ ദിക്രിഹിം മുഅ്രിദൂൻ. യഥാർത്ഥം അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് വന്നിരുന്നുവെങ്കിൽ ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും കുഴപ്പത്തിലാകുമായിരുന്നു. പക്ഷേ നാം അവരുടെ അടുക്കൽ അവർക്കുള്ള ഉപദേശവും കൊണ്ട് ചെന്നിരിക്കുകയാണ്. എന്നാൽ അവരാകട്ടെ അവരുടെ ഉപദേശത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാകുന്നു. അവർക്ക് സത്യോപദേശങ്ങൾ സ്വീകാര്യമാകണമെങ്കിൽ അവരുടെ ഇച്ഛകൾക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ചു കൊണ്ടായിരിക്കണം യാഥാർത്ഥ്യങ്ങൾ നിലകൊള്ളുന്നത്. അഥവാ ആരാധ്യന്മാർ പലതുണ്ടായിരിക്കണം, ദൈവത്തിന് സന്താനമുണ്ടായിരിക്കണം, അക്രമവും അനീതിയും ന്യായമായിരിക്കണം, പാപങ്ങൾ പുണ്യങ്ങളായിരിക്കണം. മഅദല്ലാഹ്, ഇങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ളതെങ്കിൽ ധാർമ്മിക വ്യവസ്ഥയും ലോകവ്യവസ്ഥയും ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെയും അവതാളത്തിലായി പോകുമായിരുന്നുവെന്ന് വ്യക്തമാണ്. ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാതെ വല്ല ഇലാഹുകളും ഉണ്ടായിരുന്നുവെങ്കിൽ
അത് രണ്ടും നാശമടയുമായിരുന്നു. ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദത. أم تسألهم خرجا فخراج ربك خير وهو خير الرازقين. നബിയെ, ഒരുപക്ഷെ നീ അവരോട് വല്ല പുറപ്പാടും അഥവാ ആദായവും ചോദിക്കുന്നുണ്ടോ? എന്നാൽ നിന്റെ റബ്ബിന്റെ പുറപ്പാട് ഏറ്റവും നല്ലതാകുന്നു. അവൻ ഉപജീവനം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവനത്രേ. وإنك لتدعوهم إلى صراط مستقيم. നിശ്ചയമായും നീ അവരെ നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. وإن الذين لا يؤمنون بالآخرة عن الصراط لناكبون. പരലോകത്തിൽ വിശ്വസിക്കാത്തവരാകട്ടെ മാർഗം വിട്ടു തെറ്റിപ്പോകുന്നവർ തന്നെയാണ്. സാരം, നബിയെ, അള്ളാഹുവിന്റെ ദൗത്യം എത്തിച്ചു കൊടുക്കുന്നതിന് താൻ അവരുടെ പക്കൽ നിന്ന് വല്ല പ്രതിഫലവും ആവശ്യപ്പെടുന്നുണ്ടെന്ന കാരണം കൊണ്ടാണോ അവർ വിശ്വസിക്കാതിരിക്കുന്നത്? അല്ല, താൻ അവരിൽ നിന്ന് ഒന്നും ഇച്ഛിക്കുന്നില്ല, അതിന് ആവശ്യവുമില്ല. തനിക്ക് അള്ളാഹുവിങ്കലുള്ള മഹത്തായ പ്രതിഫലം തന്നെ മതി. താൻ അവരെ യാതൊരു വളവും വക്രതയുമില്ലാത്ത നേരായ മാർഗത്തിലേക്ക് തന്നെയാണ് ക്ഷണിക്കുന്നതും. പക്ഷേ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത അവർ ആ സത്യമാർഗത്തിൽ പ്രവേശിക്കുവാൻ ഭാവമില്ലാതെ തെറ്റിപ്പോകുക മാത്രമാണ്. വലൗ റഹിംനാഹും വകശഫ്നാ മാ ബിഹിം മിൻ ദുർരിൻ ലലജ്ജൂ ഫീ തുഗ്യാനിഹിം യഅ്മഹൂൻ. നാം അവരോട് കരുണ കാണിക്കുകയും അവരിലുള്ള വിഷമം നീക്കുകയും ചെയ്താലും അവർ തങ്ങളുടെ അതിക്രമത്തിൽ അന്താളിച്ചുകൊണ്ട് ഷഠിച്ചു നിൽക്കുക തന്നെ ചെയ്യുന്നതാണ്. വലഖദ് അഖദ്നാഹും ബിൽഅദാബി ഫമസ്തകാനൂ ലിറബ്ബിഹിം വമാ യതദറഊൻ. നാം അവരെ ശിക്ഷ കൊണ്ട് പിടിക്കുകയുണ്ടായി. എന്നിട്ട് അവർ തങ്ങളുടെ റബ്ബിന് കീഴൊതുങ്ങിയില്ല. അവർ, അതായത് അവനോട് താഴ്മ കാണിക്കുന്നുമില്ല. ഹത്താ ഇദാ ഫതഹ്നാ അലൈഹിം ബാബൻ ദാ അദാബിൻ ഷദീദ് ഇദാ ഹും ഫീഹി മുബ്ലിസൂൻ. കഠിന ശിക്ഷയുടേതായ ഒരു കവാടം അവരിൽ നാം തുറക്കുന്നതായാൽ അപ്പോഴതാ അവർ അതിൽ ആശയറ്റ് പോകുന്നവരായിരിക്കും അതുവരേക്കും. അതായത് അവർ ഈ നില തുടരും. ആദ്യത്തെ ആയത്തിൽ മാ ബിഹിം മിൻ ദുർർ, അവരിലുള്ള വിഷമം എന്ന് പറഞ്ഞത് പരലോക ശിക്ഷയാണെന്നാണ് ചിലർ പറയുന്നത്. അതായത് പരലോക ശിക്ഷ കാണുമ്പോൾ അവർ നിലവിളി കൂട്ടുന്നതനുസരിച്ച് അവരെ ഭൂമിയിലേക്ക് വീണ്ടും മടക്കി ശിക്ഷ ഒഴിവാക്കി കൊടുത്താൽ പോലും അവർ പഴയപടി ദുർനടപ്പിൽ ഷഠിച്ചു നിൽക്കുകയാണ് ഉണ്ടാവുക എന്ന് സാരം. വലൗ റുദ്ദു ലഅദു ലിമാ നുഹു അൻഹു. അൽ അൻആം 28. അവർ ഭൂമിയിലേക്ക് മടക്കപ്പെട്ടാലും അവരോട് വിരോധിക്കപ്പെട്ടതിലേക്ക് അവർ വീണ്ടും പോകുക തന്നെ ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. വിഷമം, ദുർറ് കൊണ്ട് ഇവിടെ ഉദ്ദേശ്യം ഖുറൈശികളിൽ ബാധിക്കുകയുണ്ടായ ക്ഷാമവും പട്ടിണിയുമാണെന്നും അഭിപ്രായമുണ്ട്. അധിക മുഫസ്സിറുകളുടെയും അഭിപ്രായം ഇതാണ്. ഖുറൈശികളിൽ 2 പ്രാവശ്യം ക്ഷാമമുണ്ടായിട്ടുണ്ടെങ്കിലും സുമാമ റളിയല്ലാഹു അൻഹു നിമിത്തമുണ്ടായ ക്ഷാമമാണ് ഇവിടെ ഉദ്ദേശമെന്നത്രേ അധിക പക്ഷവും പറയുന്നത്. പ്രസ്തുത സംഭവത്തിന്റെ ചുരുക്കം ഇപ്രകാരമാണ്. മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹുയുടെ നേതൃത്വത്തിൽ അയക്കപ്പെട്ട ഒരു സൈന്യസംഘം സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹുയെ ബന്ധനസ്ഥനാക്കി മദീനയിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പള്ളിയിൽ തടങ്കലിൽ വെച്ചു. 3 ദിവസം ഇസ്ലാമുമായുള്ള പരിചയം അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു.
അദ്ദേഹം മുസ്ലിമായിക്കൊണ്ട് മക്കായിൽ ഉംറ കർമ്മം ചെയ്യുവാൻ ചെന്നു. യമാമയിലെ നേതാവായ അദ്ദേഹം മുസ്ലിമായതിൽ ഖുറൈശികൾ അതിയായ വെറുപ്പ് പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ കഠിനമായി ആക്ഷേപിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അല്ലാഹുവാണ് സത്യം, യമാമയിൽ നിന്ന് റസൂൽ തിരുമേനിയുടെ ഉത്തരവ് കൂടാതെ ഒറ്റമണി ധാന്യം ഇനി നിങ്ങൾക്ക് വരികയില്ല. മക്കായിലേക്ക് ധാന്യം ഇറക്കുമതി ചെയ്തിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു അന്ന് യമാമ പ്രദേശങ്ങൾ. അങ്ങനെ അദ്ദേഹം അത് നിർത്തൽ ചെയ്തു. ഇത് നിമിത്തം മക്കക്കാർക്ക് വമ്പിച്ച പട്ടിണിയായി. അൽഹിസ് പോലും അവർ ഭക്ഷിക്കേണ്ടി വന്നു. അതായത് പട്ടിണിക്കാലത്ത് രോമവും രക്തവും ചേർത്തുണ്ടാക്കപ്പെടുന്ന ഒരു സാധനമാണത്. ഖുറൈശികൾ ഒടുക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. മുഹമ്മദ്, നീ ലോകർക്ക് കരുണയായി അയക്കപ്പെട്ടവനാണെന്നല്ലേ പറയുന്നത്? ഞങ്ങളുടെ പിതാക്കളെ നീ ബദറിൽ വെച്ച് വാളിനിരയാക്കി. ഞങ്ങളുടെ സന്താനങ്ങളെ പട്ടിണിയിട്ടും കൊല്ലുവാനാണോ വിചാരിക്കുന്നത്? കുടുംബബന്ധം പാലിക്കണമെന്ന് നീ പറയാറുണ്ടല്ലോ, ഇത് കുടുംബം മുറിക്കലല്ലേ എന്നിങ്ങനെ ആവലാതിപ്പെട്ടു. തിരുമേനി ഉടനെ തന്നെ എൻ്റെ നാട്ടുകാർക്ക് ഭക്ഷണം വിട്ടുകൊടുക്കണം എന്ന് സുമാമ റളിയല്ലാഹു അൻഹുക്ക് കത്തെഴുതി. പിന്നീട് പഴയ പടി തുടരുകയും ചെയ്തു. രണ്ടാമത്തെ ആയത്തിൽ വലഖദ് അഖദ്നാഹും ബിൽ അദാബ്, നാം അവരെ ശിക്ഷ കൊണ്ട് പിടിക്കുകയുണ്ടായി എന്ന് പറഞ്ഞത് ഈ സംഭവത്തെ ഉദ്ദേശിച്ചാണെന്നും ചില മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ 70 ഖുറൈശി നേതാക്കൾ കൊല്ലപ്പെട്ടതിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നാണ് അധികം ആളുകളുടെയും അഭിപ്രായം. മൂന്നാമത്തെ ആയത്തിൽ കഠിന ശിക്ഷയുടേതായ കവാടം ബാബന്ദ അദാബിൻ ഷദീദ് എന്ന് പറഞ്ഞത് പരലോക ശിക്ഷയെക്കുറിച്ചു തന്നെ. മേൽ കാണിച്ച ഏത് അഭിപ്രായം നാം സ്വീകരിച്ചാലും ആയത്തുകളുടെ സാരം വ്യക്തമാണ്. ആ അവിശ്വാസികളിലുള്ള വിഷമങ്ങൾ നീക്കി കരുണ ചെയ്താലും അതിന് നന്ദി കാണിക്കുകയോ തങ്ങളുടെ ധിക്കാരത്തിൽ നിന്ന് പിൻവാങ്ങുകയോ അവർ ചെയ്യുകയില്ല. അവർ പാഠം പഠിക്കുകയുമില്ല. ഖിയാമത്ത് നാളിലെ ശിക്ഷ അനുഭവപ്പെടുമ്പോഴാണ് അവർ കണ്ണു തുറക്കുക. പക്ഷേ അതുകൊണ്ട് ഫലം ഉണ്ടാകുന്നതുമല്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ 3 ആയത്തുകളും മദീനയിൽ അവതരിച്ചതായിരിക്കണമെന്ന് വ്യക്തമാണല്ലോ. ഈ സൂറത്ത് മക്കി സൂറത്തുകളിൽ പെട്ടതാണെന്ന് മിക്കവാറും മുഫസ്സിറുകൾ സൂറത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു കാണാമെങ്കിലും ഈ 3 വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്ന് ചില മഹാന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ രേഖപ്പെടുത്താത്തവരും വിവരണത്തിൽ മേൽക്കണ്ട നില കൈക്കൊള്ളുകയും ചെയ്തു കാണാം.